ഇന്ന് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള കുറച്ച് കോൺവെർസേഷണൽ ബിറ്റ്സ് പഠിക്കാം. ഫസ്റ്റ് വൺ, യു ടോട്ടലി നെയിൽഡ് ഇറ്റ്. യു ടോട്ടലി നെയിൽഡ് ഇറ്റ് എന്ന് വെച്ചാൽ പൊളിച്ചു കിട്ടോ, നീ അത് നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം. യു ടോട്ടലി നെയിൽഡ് ഇറ്റ്. സെക്കൻഡ് വൺ, യു ആർ ദ വൺ ഹൂ സ്ക്രൂഡ് അപ്പ് തിങ്സ്. യു ആർ ദ വൺ ഹൂ സ്ക്രൂഡ് അപ്പ് തിങ്സ്. നീയാണ് എല്ലാം കുളമാക്കിയത്. തേർഡ് സെൻറ്റൻസ്, പ്ലീസ് ഡോണ്ട് സ്ക്രൂ അപ്പ് തിങ്സ്, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് മേക്ക് എ മെസ് ഓഫ് തിങ്സ്. ഒന്നുകൂടെ പറയാം, പ്ലീസ് ഡോണ്ട് സ്ക്രൂ അപ്പ് തിങ്സ് അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് മേക്ക് എ മെസ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് കാര്യങ്ങളൊന്നും കുളമാക്കരുത്. ഫോർത്ത് സെൻറ്റൻസ്, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. കർമ്മഫലം തന്നെ കിട്ടും. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ തിരിച്ചു കിട്ടുള്ളൂ. ഈ സെയിം ആശയം വരുന്ന വേറൊരു സെൻറ്റൻസും കൂടെ നമുക്ക് കോൺവെർസേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആസ് യു സോ സോ യു റീപ്പ്. ആസ് യു സോ സോ യു റീപ്പ് എന്ന് വെച്ചാൽ വിതയ്ക്കുന്നതേ കൊയ്യൂ. ഫിഫ്ത്ത് സെൻറ്റൻസ് വരുന്നത്, ഐ എം ഫിഡ്ലിംഗ് വിത്ത് ദിസ് ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഒന്നുകൂടെ പറയാം, ഐ എം ഫിഡ്ലിംഗ് വിത്ത് ദിസ് ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കിടന്ന് പണിയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലൊരു ഫാൻ കേടാവുകയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ ഒന്നും വിളിക്കാതെ നമ്മൾ തന്നെ ശരിയാക്കാൻ നോക്കുകയാണ്, പക്ഷെ അത് ശരിയാവുന്നില്ല. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഐ എം ഫിഡ്ലിംഗ് വിത്ത് ദിസ് ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ഞാൻ കുറേ നേരം ഇതിൽ കിടന്ന് പണിയണു, പക്ഷേ ഇതൊന്നും ശരിയാവുന്നില്ല.